ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ലൂട്ടാണ്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. അതേപോലെ തന്നെ പേടിഎം യൂസേഴ്സ്, അത് പേടിഎം വാലറ്റ് ഉപയോഗിക്കുന്നവർക്കും അതേപോലെ തന്നെ ബാങ്ക് യൂസ് ചെയ്യുന്നവർക്ക്, UPI യൂസ് ചെയ്യുന്നവർക്ക്, ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സോ അവരെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം. നിങ്ങൾക്ക് മാസം അതിൽ നിന്ന് ക്യാഷും കിട്ടുകയും ചെയ്യും, ഇപ്പോഴും ക്യാഷ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഞാൻ വീണ്ടും പറയാണ്, അടിപൊളി ലൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് തന്നേക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിള്ളൻ ലൂട്ട്സ് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ കൂടുതൽ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങളെ പേടി നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഐ ഹാവ് റെഡ് എൻ്റെ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് കൊടുക്കുക. അതിനുശേഷം അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, പിൻകോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിലാണോ ഫീമെയിൽ ആണോ കൊടുക്കുക. ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഐ ആം നോട്ട് റോബോട്ട് കൊടുത്തതിന് ശേഷം സെൻഡ് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഫേക്ക് പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഒന്നും വേണ്ട, സിമ്പിളാണ്. അപ്പം അതൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സെൻഡ് വെരിഫിക്കേഷൻ കോഡ് ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ OTP എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതേപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു സർവേ ചോദിക്കും. അതായത് നിങ്ങളുടെ വീട്ടിൽ സ്റ്റവ് ഉണ്ടോ, ഗ്യാസ് ഉണ്ടോ, നിങ്ങളുടെ വർക്കിംഗ് സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് ഓപ്ഷനും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യം അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരിക. ഇവിടെ നമ്മൾ ഡൗൺലോഡ് APK എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ഈ ഒരു പച്ച നിറം, ആ പച്ച നിറത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നെൽസൺ മോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കുറച്ച് പെർമിഷൻ കാര്യങ്ങൾ ചോദിക്കും. അതെല്ലാം അലൗ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ നിങ്ങൾ ഇതേപോലെ ലോഗിൻ ഇൻ്റർഫേസിലേക്കാണ് വരിക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പരും, അതായത് നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പരും പാസ്വേഡും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് എനേബിൾ ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് കൊടുക്കുക. നിങ്ങൾ എനേബിൾ ആക്സസ് കൊടുക്കുമ്പോൾ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകുന്നതായിരിക്കും. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമുക്കിത് ഇവിടെ ആയിട്ട്, അതായത് ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സ് അല്ല, സോറി, നമുക്കിതിനകത്ത് ഈ ഒരു ഓപ്ഷൻ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ടല്ലോ, ഇവിടെ ആയിട്ട് ഇൻസ്റ്റാൾഡ് ആപ്സ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെൽസൺ മോർ ഓഫാണ് കിടക്കുന്നത്, അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഒരു അലോ ഓപ്ഷൻ വരും. അതിൽ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇത് ഓൺ ചെയ്യുക. ഓക്കെ, ഇത് ഓൺ ചെയ്ത് നിങ്ങൾ ബാക്ക് അടിച്ച് നേരെ ആപ്പിലേക്ക് തന്നെ വരും. ആപ്പിലേക്ക് വരുമ്പോൾ ഇതേപോലെ നെക്സ്റ്റ് വരും, പ്ലീസ് അലോ യൂസേജ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഡേറ്റ യൂസേജിന് വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. താട്ട് നമ്മൾ വരുമ്പോൾ നെൽസൺ മോറിൻ്റെ ഓപ്ഷൻ വരും. ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ ഈ ഒരു പെർമിഷൻ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ആപ്പ് സെറ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു ആക്സസ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ നേരത്തെ ആക്സസ് എനേബിൾ ചെയ്തത് ഒന്നുകൂടെ ഓൺ ആക്കണം. ഓണാണ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയി സംഭവം. ഇപ്പോൾ ഓക്കെ കേട്ടോ, അതായത് ഓക്കെ സംഭവം. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. സംഭവം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 250 പോയിൻറ്റ്സ് നമുക്ക് സൈനപ്പ് ബോണസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ പേടിഎമ്മിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് 1 രൂപ വന്നിട്ടുണ്ടാവും. അതായത് ഒരു 1-2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പേടിഎമ്മിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. മിനിമം എങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തോ, കുഴപ്പമില്ല കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫോൺ അവിടെ വെച്ചിരുന്നാൽ മതി, ഓൺ ചെയ്ത് ഈ ഒരു ആപ്പ് ഇങ്ങനെ ലോഗിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കൊടുത്ത പേടി നമ്പർ ഉണ്ടല്ലോ, പേടി നമ്പറിൽ നോക്കുമ്പോഴത്തേക്കും അതിലേക്ക് 1 രൂപ വന്നിട്ടുണ്ടാവും. അപ്പോൾ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് 1 രൂപ നിങ്ങൾ ആ കൊടുത്ത പേടി നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. അതായത് ആദ്യമേ പേടി നമ്പർ നമ്മൾ കൊടുത്തല്ലോ, അതിലേക്ക് 1 രൂപ വന്നിട്ടുണ്ടാവും. അങ്ങനെ 1 രൂപ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത 10 ദിവസം ഡെയിലി ഈ ഒരു ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ 1 മിനിറ്റ് വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ആപ്പ് ഇങ്ങനെ രാവിലെ എഴുന്നതിന് ശേഷം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ മലത്തി വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ വെക്കുകയാണെന്നില്ല, അതായത് അടുത്ത 10 ദിവസം, ഇന്നും കൂടി കൂട്ടി ടോട്ടൽ 11 ദിവസം. ഓക്കെ, ഇന്ന് നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണല്ലോ 1 രൂപ കിട്ടിയത്.
അപ്പം സെയിം രീതിയിൽ നാളെ തൊട്ട് 10 ദിവസത്തേക്ക് അടുപ്പിച്ച് അടുത്ത 10 ദിവസത്തേക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ചുമ്മാ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോഴൊന്നും 1 രൂപ വരത്തില്ല, പക്ഷേ ഇന്ന് മാത്രം 1 രൂപ വരും, കൺഫർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ആ 1 രൂപ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 10 ദിവസത്തേക്ക് നിങ്ങൾ ഡെയിലി രാവിലെ ഒരു 1 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12ാമത്തെ ദിവസം അതായത് നിങ്ങൾക്ക് ടോട്ടൽ 80 രൂപ നിങ്ങളെ പേടിഎം വാലറ്റിലേക്ക് കയറും. ഓക്കെ, അതാണ് ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ. വേറൊരു എക്സ്ട്രാ ഓഫറും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ സംഭവം. അതായത് 1 രൂപ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ. അതായത് നിങ്ങളൊരു ആപ്പിനകത്ത് ഫസ്റ്റ് കയറി ലോഗിൻ ചെയ്ത് കയറിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പേടിഎം വാലറ്റ് നോക്കുമ്പോൾ 1 രൂപ കയറിയിട്ടുണ്ടെങ്കിൽ മാത്രം അടുത്ത ഒരു 10 ദിവസത്തേക്ക് നിങ്ങൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഒരു 2-3 മിനിറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് പോവുക, അതായത് ബാക്ക് അടിച്ചിട്ട് പോവുക ഡെയിലി. അങ്ങനെ 10 ദിവസത്തേക്ക് 10 ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ രീതിയിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സംഭവം ആ രീതി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ക്യാഷ്. അതായത് 80 രൂപ 12ാമത്തെ ദിവസം നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് ഡയറക്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പോൾ സിമ്പിളായിട്ട് 80 രൂപ അങ്ങനെ നിങ്ങൾ പേടിഎം വാലറ്റിലേക്ക് ഇടും. പിന്നെ എക്സ്ട്രാ ഒരു 100 രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് എയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ആപ്പ് ഇങ്ങനെ ചുമ്മാ ഫോണിൽ ഇട്ടിരുന്നാൽ മതി. ഈ ഒരു ആപ്പിൽ പോയിന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, പോയിന്റ് കൂടും. അതായത് നമ്മൾ ഡെയിലി ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കത്തില്ല, അപ്പം പോയിന്റ് ഓട്ടോമാറ്റിക്കലി കൂടിക്കോളും. അപ്പോൾ കൂടി ഈ ഒരു പോയിന്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ ആയിട്ട് റെഡീം എം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് റെഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, പോയിൻറ്റ്സ് റെഡീം ചെയ്യാൻ പറ്റും. അത് കാണിച്ചു തരാം. അതിന് മുമ്പ് ലോഗിൻ ചെയ്യട്ടെ. ഇതാ കണ്ടോ, റിവാർഡ് ടൈപ്പ് ചോദിക്കുമ്പോൾ UPI ആണോ വൗച്ചേഴ്സ് ആണോ സെലക്ട് ചെയ്യുക. UPI കൊടുത്തതിന് ശേഷം സെലക്ട് എമൗണ്ട് അത് കണ്ട, അതായത് 1100 പോയിൻ്റ് ഉണ്ടെങ്കിൽ 100 രൂപ വിഡ്രോ ചെയ്തേക്കാം. 1100 പോയിൻ്റൊക്കെ ഒരു മാസത്തിനുള്ളിൽ ആവുന്നതായിരിക്കും. നിങ്ങൾ വെറുതെ ആപ്പ് ചുമ്മാ ഫോണിൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് പോയിൻറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പേയ്മെൻറ്റും കൂടുതലും കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ പോയിൻ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റർ UPIയുടെ അവിടെ നിങ്ങളിപ്പം പറഞ്ഞില്ലേ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ UPI കാണും. പിന്നെ പേടിഎം വാലറ്റ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ പേടിഎം വാലറ്റ്, അതായത് നമ്മുടെ മറ്റേ ട്രിക്ക് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മുടെ പേടിഎം നമ്പർ ഇതാണ്, എൻ്റെ പേടിഎം നമ്പർ ഇതാണ് 8157823485. ഓക്കെ, അപ്പം അതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേടിഎം നമ്പർ അതേപോലെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം കാണിച്ചു തരാവേ, .wallet@paytm. ഓക്കെ, ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേടിഎം വാലറ്റിലേക്ക് കിട്ടും. അതായത് ഓക്കെ, പൈസ പേടിഎം വാലറ്റിലേക്ക് കിട്ടും, ഈ ഒരു പോയിൻറ്റിൻ്റെ പൈസ. ഓക്കെ, അപ്പം പോയിൻറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പേടിഎം വാലറ്റിലേക്ക് ഉള്ളവർക്ക് അങ്ങനെ അടിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ അല്ലാതെ UPI ഉള്ളവർക്ക് അങ്ങനെ അടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ UPIയുടെ അവിടെ കൊടുത്തതിന് ശേഷം കൺഫേം UPI കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പോയിൻറ്റ് ഉള്ളപ്പോഴാണ് പറഞ്ഞത്, പോയിൻറ്റ് വരുമ്പോൾ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അതിലോട്ട് വിഡ്രോ അടിച്ചെടുക്കാം. അപ്പോൾ 2 ഉപയോഗമുണ്ട് ഇതുകൊണ്ട്. അതായത് 2 പ്രാവശ്യം പേയ്മെൻറ്റ് കിട്ടും. അതായത് നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഒരു 10 ദിവസം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് ഡെയിലി രാവിലെ ഒരു 1-2 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു 80 രൂപ നിങ്ങളുടെ പേടിഎം വാലറ്റിൽ കിട്ടും. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിൻറ്റ് കൂടുമ്പോഴത്തേക്കും 1100 പോയിൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് UPI അടിച്ചിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് അതിനകത്തേക്കും എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി. വീഡിയോ വെച്ചിൽ എന്ത് കൂടിപ്പോയെന്ന് അറിയാം, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വെച്ചിൽ എന്ത് കൂടിയാലും എടുത്തത്. ഓക്കെ, അപ്പോൾ നല്ല പ്രയോജനമുള്ള സംഭവമാണ്. സോ ആരും മിസ് ചെയ്ത് കളയരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓപ്ഷൻ വയ്ക്കുക. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞിനി വലിച്ച് നീട്ടുന്നില്ല. ഒന്നാമത് തന്നെ വീഡിയോ ഭയങ്കര ലെന്തായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഹൈ ആയിട്ട് ഡീറ്റെയിൽഡ് ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് നിങ്ങൾ മാക്സിമം തരാൻ നോക്കുക. കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. സോ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇനി ഇഷ്ടം പോലെ വരും ഇതുപോലത്തെ ഓഫേഴ്സിൻ്റെ. ഓക്കെ, പിന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിരിക്കുക. അതായത് ചിലപ്പം 12ാമത്തെ ദിവസം തന്നെ 80 രൂപ വരണമെന്നില്ല പേടിഎം വാലറ്റിലേക്കൊക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. ചിലപ്പം അതൊരു 15ാമത്തെ ദിവസം 16ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് ടെലിഗ്രാമിലും വാട്സപ്പിലൊക്കെ ജോയിൻ ചെയ്തിരിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അത് കഴിഞ്ഞിട്ട് ഗുഡ് ബൈ.